ബി.ജെ.പിയുടെ അണികളെയും സംസ്ഥാന നേതൃത്വത്തെയും സംബന്ധിച്ച് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന ഘടകങ്ങളിൽ അവർക്കുള്ള അഭിപ്രായങ്ങൾ അവർ പറയും. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തില്ല. പ്രത്യേകിച്ചും ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന അധ്യക്ഷനും ഒക്കെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി ഇടപെടലോടുകൂടിയാണ് ഫൈനലൈസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആ തീരുമാനത്തെ വിജയിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളായിരിക്കും അടുത്ത നിമിഷം മുതൽ. ഇത് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ബി.ജെ.പിയുടെ തുടക്ക സമയം മുതൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനെ ആയിരുന്നു എന്നല്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടി ഒന്ന് സ്റ്റേബിൾ ആയപ്പോഴേക്കും അതിനുശേഷം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എടുത്ത ഇപ്പോൾ ജില്ലാ അധ്യക്ഷന്മാരെ ഞങ്ങൾ 30 പേർ തീരുമാനിച്ചു. ആ 30 പേരും ഈ കഴിഞ്ഞ ഒരു 40-45 ദിവസമായി പ്രഖ്യാപിച്ചിട്ട് അവർക്ക് അവർ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചു. തീർച്ചയായിട്ടും കേരളം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം, ഒരു നോമിനേഷൻ ആണ് ഞങ്ങൾ ഇന്ന് വാർത്തകളൊക്കെ വരുന്നത്. നാളെയാണ് ഒഫീഷ്യൽ പ്രഖ്യാപിക്കുന്നത്. പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണ് ഈ ചർച്ച തുടങ്ങേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി കേരളത്തിന്റെ രാഷ്ട്രീയ പ്രത്യേകതകളിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇപ്പൊ ഇന്ന് CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ ഏറ്റവും കൂടുതൽ തരംഗമായ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ളൊരു വാക്ക് അങ്ങേക്കറിയാമല്ലോ. അത് കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റ് വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് വിഷമാണ്, കൊടും വിഷമാണ് എന്ന നിലയ്ക്കാണ്. കേരളത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ഏത് പാർട്ടിയുടേതുമാകട്ടെ മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട്, അതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്രത്തോളം സജീവമായ ഒരു നേതാവൊന്നുമല്ല ഈ കാല അളവിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നയാൾ. അപ്പോൾ അങ്ങനെ ഒരാളെ നേരിട്ട് അങ്ങനെ വിശേഷിപ്പിച്ച ഒരാൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ വരുമ്പോൾ ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിന് കാത്തിരിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അത് കാണേണ്ടി വരുമോ, അതോ അതിനപ്പുറത്ത് ഇങ്ങനെയുള്ള എന്ത് പ്രക്ഷുബ്ധത അപ്പുറത്തുണ്ട് എങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രൊഫഷണൽ സ്കില്ലുള്ള ഒരാളുടെ പ്രവർത്തനത്തെയാണോ കാണുന്നത്? അതായത് ഇത് 3 തരത്തിൽ ഞാൻ പറയാം. എനിക്ക് ആ സമയം തന്നായിരുന്നു. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഡേ ടു ഡേ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവസരം അദ്ദേഹത്തിന് ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായി രാഷ്ട്രീയത്തിലുണ്ട്. 18 വർഷമായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് MP ആയിരുന്നു. കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഇന്ത്യയിൽ ആകമാനം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് IT ഡെവലപ്മെൻറ്റിൽ അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വന്നില്ല എങ്കിലും മന്ത്രി എന്നുള്ള അല്ലെങ്കിൽ സജീവ ഇടപെടലാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു 35 ദിവസം കൊണ്ട് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന UDF ക്യാൻഡിഡേറ്റിനെ വെറും 15,000 വോട്ടിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സജീവത നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ചോ രാഷ്ട്രീയത്തിൽ സാധാരണക്കാർ ജനങ്ങളുമായും പൊതുസമൂഹമായും ഇടപെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ചോ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഭൂരിപക്ഷം കുറഞ്ഞു വന്നത് തന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചേനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചോദ്യത്തിൻ്റെയും ആവശ്യമില്ല. രണ്ടാമത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ചർച്ച വരട്ടെ. രാജീവ് ചന്ദ്രശേഖർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പ്രോ ആൻഡ് എഗൻസ്റ്റ് ചർച്ചകൾ വരട്ടെ. മുഖ്യമന്ത്രി പറയട്ടെ, CPM പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. അങ്ങനെ സജീവമായിട്ട് പൊളിറ്റിക്കൽ ഡയലോഗുകളൊക്കെ തന്നെ നടക്കട്ടെ. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞൊരു കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എത്ര വർഷം പുറകോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്ക് എടുക്കാം. ശരി, ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അതിലെന്തുമാത്രം അപഹാസ്യമായിട്ടുള്ളത്. ഇപ്പോൾ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ വിളിച്ച് എടോ ഗോപാലകൃഷ്ണ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് ചോദിച്ചതിൻ്റെ അപ്പുറമൊന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടില്ലല്ലോ. MK പ്രേമചന്ദ്രൻ ഇപ്പോൾ MA ബേബിയെ തോൽപ്പിക്കാനാണെങ്കിൽ പോലും MK പ്രേമചന്ദ്രനോട് MA ബേബിയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം പിണറായി വിജയൻ പ്രേമചന്ദ്രൻ അങ്ങനെ പറഞ്ഞു. എങ്കിൽ പോലും ആ വാക്ക് മത്തായി ചൗക്ക് കുമ്പസരിച്ചു എന്ന് കേട്ടുകൊണ്ട് പുരോഹിതനെ വിളിച്ച വാക്കിൻ്റെ അത്രത്തോളം രൂക്ഷമായിട്ടൊന്നും വിളിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത്തരത്തിൽ ഒരു വ്യക്തി, പിന്നെ മറ്റൊന്ന് താങ്കൾ ചോദിച്ചു IT പ്രൊഫഷണൽ, അത്തരത്തിലുള്ള ആ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തലപ്പത്തേക്ക് വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതൊക്കെ തന്നെ ബി.ജെ.പിയുടെ ഒരു ഡെവലപ്മെൻ്റൽ ഒരു വിഷനുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇന്നത്തെ തലമുറ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി കഴിയുന്ന അത്തരത്തിലുള്ള നോളജുള്ള, അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതും കൂടി വരാൻ പോകുന്ന ദിവസങ്ങൾ തെളിയിക്കും. ശരി, അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊളിറ്റിക്കൽ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ ഞാൻ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന നിലയ്ക്കുള്ള നയവും നിലപാടുമായിരിക്കുമോ എന്നതിന് അങ്ങയുടെ ആ ഉത്തരത്തിൽ നിന്ന് ഞാനത് വായിച്ചെടുക്കുകയും ചെയ്യുന്നു. ശരി.